കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശൂർ കോർപ്പറേഷനുകളിൽ മേയർ സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ സജീവ പരിഗണനയിൽ. വി.കെ. മിനിമോൾ, ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് കൊച്ചിയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത്. കോഴിക്കോട് ഡോക്ടർ എസ് ജയശ്രീക്കാണ് CPM കൂടുതൽ പരിഗണന നൽകുന്നത്. അട്ടിമറി വിജയം നേടിയ കൊല്ലത്ത് കോൺഗ്രസ് A.K. ഹഫീസിനും കണ്ണൂരിൽ P. ഇന്ദിരയ്ക്കുമാണ് സാധ്യത. കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച കൊച്ചിയിൽ മേയർ സ്ഥാനത്തേക്ക് 3 പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി.കെ. മിനിമോൾ, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു എന്നിവരാണ് 3 പേർ. അതിൻ്റെ അതിപ്പോൾ നേതൃത്വം കൂട്ടായി ഒരു തീരുമാനമെടുക്കും. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ AICCയുടെ നേതാക്കളും എല്ലാം കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും. മേയർ സ്ഥാനം സംബന്ധിച്ച് ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീയാണ് കോഴിക്കോട്ടെ മേയർ ചർച്ചകളിൽ മുന്നിൽ. തടമ്പാട്ടുതാഴം വാർഡിൽ നിന്ന് വിജയിച്ച O. സദാശിവന്റെയും മറ്റു ചില പേരുകളും CPMന് മുന്നിലുണ്ട്. തൃശൂരും മേയർക്കായി ചർച്ചകൾ തുടങ്ങി. ശ്യാമള മുരളീധരൻ, ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. കണ്ണൂരിൽ മേയർ സ്ഥാനത്തേക്ക് നിലവിലെ ഡെപ്യൂട്ടി മേയർ P. ഇന്ദിരയ്ക്ക് സാധ്യതയേറി. ഡെപ്യൂട്ടി മേയറായി മുസ്ലിം ലീഗ് നേതാവ് KP താഹിർ തെരഞ്ഞെടുക്കപ്പെടും. കഴിഞ്ഞ 2 വർഷക്കാലം ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കോർപ്പറേഷനിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നല്ല വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കൊല്ലത്ത് INTC ജില്ലാ അധ്യക്ഷൻ A.K. ഹഫീസിനെ മേയറാക്കാനാണ് ആലോചന. ഡെപ്യൂട്ടി മേയർ സ്ഥാനം RSPക്ക് നൽകാനാണ് നിലവിലെ ധാരണ. മാലിന്യ ശേഖരണ രംഗത്തായാലും സംസ്കരണ രംഗത്തായാലും തികഞ്ഞ പരാജയം. അതിനൊരു അടിയന്തരമായി മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും UDFന്റെ തീരുമാനം. അതേസമയം കൊച്ചി, കൊല്ലം കോർപ്പറേഷനുകളിൽ ഡെപ്യൂട്ടി മേയർ പദവി വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.